ഞാൻ കോൺഗ്രസ്സുകാരനല്ല. പക്ഷെ ആന്റണി കൊണ്ടുവന്ന ഒരു നല്ലൊരു ഏർപ്പാടായിരുന്നു. 2 സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ കോളേജ്, ഒരു കാര്യം പറയാം. 1 ഗവൺമെന്റ് കോളേജ്. അതിനർത്ഥം ഈ സ്വാശ്രയ കോളേജിൽ ഗവൺമെന്റ് ഫീസിൽ കുട്ടികളെ ഇത്ര % പഠിപ്പിക്കണമെന്നാണ്. ആ സാധനം പിണറായി വിജയന്റെ സർക്കാർ എടുത്തു കളഞ്ഞു. ബിജെപിയുടെ സംസ്ഥാന വക്താവാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ലായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2002 104 സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഒരു വെള്ള പേപ്പറിൽ പോലും ഒരു എഗ്രിമെന്റ് വെക്കാതെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ദുർഭൂതത്തെ പോലെ തുറന്നു വിടുകയായിരുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കുന്ന നിലപാടാണ്. ഒരു എഗ്രിമെന്റും ഇല്ലാതെ വന്നപ്പോൾ, ആ എഗ്രിമെന്റ് സർക്കാർ വെക്കാതെ വന്നപ്പോൾ ഇവർ കോടതിയിൽ പോയി ഈ 50% കൂടി എടുത്തു കളഞ്ഞു. അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അതിനെതിരെ ഞങ്ങളെല്ലാം സമരം ചെയ്തതാണ്. ഞങ്ങളെല്ലാം അടികൊണ്ടവരാണ്, ജയിലിൽ കിടന്നവരാണ്. ആന്റണിയെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലുണ്ട് സാർ. ഞാൻ ഒരു തമിഴ്നാട്ടിലുണ്ട്. കാര്യം അദ്ദേഹം പറയട്ടെ. സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ സമരം നടക്കുന്നത്. അങ്ങനെയാണ് സഹാവ് പുഷ്പൻ അടക്കമുള്ളവരുണ്ടാവുന്നത്. നോക്കൂ, പിണറായിയുടെ 2ാം ഗവൺമെന്റാണ്. അതൊരു ക്യാബിനറ്റ് ഡിസിഷൻ ആയിരുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ക്യാബിനറ്റ് ഡിസിഷനിലാണ് 100% പ്രൈവറ്റൈസേഷൻ, 100% പ്രൈവറ്റൈസ് ചെയ്ത് ടി പി ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIക്കാരെ ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷമാണ് ഇവർ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പോയത്. എന്നിട്ട് അതിനകത്ത് വേറൊരു നീതികേട് കൂടി ഇവർ കാണിച്ചു. ആ സമരത്തിന്റെ സമയത്ത് ഇവർ ഏറ്റവും എടുത്ത റവാഡ ചന്ദ്രശേഖരനെ ഇവർ കൊണ്ടുവന്ന് DGP-യുമാക്കി. അതായത് ആ സമരത്തെ, ശാസ്ത്രീയ സമരത്തെ, അന്നുണ്ടായിരുന്ന സമരഭടന്മാരെ, ഈ പറയുന്ന പുഷ്പനടക്കമുള്ളവരെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് ഈ 2ാം പിണറായി ഗവൺമെന്റ്, ഗോപാലൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, ക്യാബിനറ്റ് ഡിസിഷൻ, ഒരു സുപ്രീം കോടതി ഓർഡറും അല്ല, ക്യാബിനറ്റ് ഡിസിഷനിലൂടെ 100% പ്രൈവറ്റൈസേഷൻ ശാസ്ത്ര മേഖലയിൽ കൊണ്ടുവന്നത്. ഇവിടെ ഇവര് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോ ഞാൻ ഇനിയും പറയുന്നു, ഇനിയും 5 വർഷം നമ്മൾ കാണേണ്ടതാ. ഇതുപോലെ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഇവർ പറയും, ആളുകളെ കണ്ണിൽ പൊടിയിടും. എന്നിട്ട് അത് പ്രയോഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അത് നടത്താൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറയാണ് പുഷ്പൻ സമരം ചെയ്തത്, ഞങ്ങൾ സമരം ചെയ്തത് എന്തിനായിരുന്നു സർ? അതിന്റെ ഇപ്പോഴത്തെ റിസൾട്ട് ഉണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് ഇവർ വ്യക്തിപരമായി ഇവരുടെ ഉടമസ്ഥതയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്ന സമയത്ത് വലിയ സമരം ചെയ്തു. ആ സമരത്തിന്റെ റിസൾട്ട് ഇന്ന് അനുഭവിക്കുന്നവരാ കേരളം. ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു. ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജാ പരിയാരം. അങ്ങനെയാ മാറ്റം കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ സാങ്കേതികമായി ഈ പറയുന്ന കോടതികൾക്കും കോടതിയിലൊക്കെ പോയാൽ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഈ പറയുന്ന കൺസോഷ്യം, ഇവരുടെ സ്വകാര്യ മാനേജ്മെന്റ് കൺസോഷ്യത്തിനും ഈ സ്വകാര്യ മാനേജ്മെന്റ് അസോസിയേഷനുമൊക്കെ കേസിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവർക്കൊരു നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണം ഈ സ്വകാര്യ മേഖലയിൽ ഉണ്ടാകണം എന്ന് വാശി പിടിക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്തത്. എന്നാൽ കോടതിയായി ഇപ്പോൾ ഇടപെടുന്നത്, എല്ലാ അംഗീകാരം കൊടുക്കുന്നതിലും കോടതി ത്രൂ ആണ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം. ആ കോടതിയും കേന്ദ്ര നിയമങ്ങളും അല്ലേ ഇവർ പൊളിച്ചെഴുതിയത്. ഇന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ എവിടുന്നാ പെർമിഷൻ? ആരാ കൊടുക്കുന്നത്? ഇവരല്ലേ. അതിന്റെ കണക്കിന് ഞാൻ പറഞ്ഞോട്ടെ അതിനെല്ലാം ഇവർ നിയന്ത്രണം കൊണ്ടുവരല്ലേ. ഇവിടെ കേരളത്തിൽ മെഡിക്കൽ സീറ്റുകൾ വേണ്ട, നഴ്സിംഗ് സീറ്റുകൾ വേണ്ട, ഇതൊന്നും പറ്റില്ല എന്നുള്ള നിയന്ത്രണം വരെ കൊണ്ടുവരിക കേന്ദ്ര ഗവൺമെന്റ്. ആ രീതിയിലേക്കാണ് ഇവർ പോകുന്നത്. ഞങ്ങളെ പറയുന്നു സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകണം ഈ സ്ഥാപനങ്ങളിലെല്ലാം. അതിനുവേണ്ടി പരിശ്രമിച്ചവരാ ഞങ്ങളൊക്കെ, അതിനുവേണ്ടി സമരം ചെയ്തവരാ. ഇവിടെ ഇപ്പൊ പറയുന്നു ഏതോ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഒക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുക. അല്ല, ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതാ പ്രശ്നം. എന്റെ മകന് പണമില്ലാത്തതിന്റെ പേരിൽ ഈ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കോട്ടെ, അതിന് നമുക്ക് തർക്കമില്ല. പണമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം പക്ഷേ ഉണ്ടാകണം. ക്വാളിറ്റിയുള്ള എല്ലാവർക്കും ആ വിദ്യാഭ്യാസം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഓക്കേ. അത് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സംഗീത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓക്കേ, ഓക്കേ. വസീം, ഓക്കേ. ഓക്കേ. സംഗീതയ്ക്ക് ഒരു dialogue പറയാം. ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ അടക്കം ഇവിടെ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അതാണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് PM ശ്രീ പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കൂ എന്ന് 100 വട്ടം പറഞ്ഞിട്ടും അത് ഇവിടെ ലോകോത്തര നിലവാരമുള്ള പറയാനുള്ളത്. എന്നിട്ടാണ് TV കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കും. പിണറായി വിജയൻ വിമാനത്തെ കുറിച്ച് പിണറായി വിജയന്റെ മകളെ അടക്കം ഇങ്ങനെ പറയുന്ന വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാവേണ്ടത് ഇവിടെ. വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ക്വാളിറ്റികളും ഗവർണർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.